ഇന്ന് തൻ്റെ അവസാനത്തെ കളിക്ക് ശേഷം ഈ മനുഷ്യൻ ഗ്രൗണ്ട് വിടുകയാണല്ലോ എന്നോർത്ത് ഒരു വലിയ ഗാലറി മുഴുവൻ നിശബ്ദരായ സിറ്റുവേഷൻ കഴിഞ്ഞ പതിറ്റാണ്ടിൽ സംഭവിച്ച ലോകം കണ്ട ഏറ്റവും വലിയ മുഹൂർത്തങ്ങളിൽ ഒന്നായി ഇന്നും വാഴ്ത്തപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടെ കളി കാണാൻ വേണ്ടി മാത്രം ഒരു ജനത മുഴുവൻ ക്രിക്കറ്റിനെ ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ, കളിക്കളത്തിലെ താരം എന്നതിലുപരി ഒരു വ്യക്തിത്വത്തെ ദൈവമായി കണ്ട് ആരാധിച്ചിരുന്ന ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നെങ്കിൽ, അതിനെല്ലാം കാരണമായ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ തരുന്ന ഒരുപിടി നല്ല കാര്യങ്ങളുണ്ട്. ഇന്ന് നമുക്ക് സച്ചിൻ തെണ്ടുൽക്കറിനെ പറ്റി സംസാരിക്കാം. ഒരിക്കലും മറക്കാനാകാത്ത ഒരുപിടി നല്ല ഓർമ്മകൾ സച്ചിൻ്റെ കരിയർ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും, അതിനൊപ്പം തന്നെ വാഴ്ത്തപ്പെടേണ്ട എന്നാൽ അധികം വാഴ്ത്തപ്പെടാതെ പോയ ഒന്നാണ് ആ മനുഷ്യൻ സ്വന്തം ജീവിതത്തോട് പുലർത്തിയ അച്ചടക്കവും നീതിബോധവും. സച്ചിൻ തെണ്ടുൽക്കർ എന്ന വ്യക്തി സ്വന്തം ജീവിതം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചില പാഠങ്ങൾ നമുക്കിന്ന് കാണാൻ ശ്രമിക്കാം. നമ്പർ 1, ഹാർഡ് വർക്ക്. സച്ചിൻ എങ്ങനെ സച്ചിനായി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെയാണ് അതിനുത്തരം. പക്ഷേ ആ കരിയർ ഒന്ന് തുടങ്ങി വെക്കാൻ സച്ചിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നിരന്തരമായ അദ്ദേഹത്തിൻ്റെ പരിശ്രമവും കഠിനാധ്വാനവുമായിരുന്നു. ഒരു വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് ഇടവേളകളില്ലാതെ 55 ദിവസം വരെ തുടർച്ചയായി കളിച്ച ഒരു ചരിത്രമുണ്ട് സച്ചിന്. കളി എന്ന് പറഞ്ഞാൽ വെറും കളിയല്ല. എല്ലാ ദിവസവും അതിരാവിലെ എണീറ്റ് 2 മണിക്കൂർ ട്രെയിനിങ്ങിനായി മാറ്റിവെക്കും. അതിനുശേഷം ആ ദിവസം മുഴുവൻ കളി, അതായത് 6 മണിക്കൂർ തുടർച്ചയായി കളിക്കും. പിന്നെയും തുടർന്ന് ഒരു 2 മണിക്കൂർ പരിശീലനം നേടും. സോ ടോട്ടലി 10 hours. ഇതിനുശേഷം വീട്ടിലേക്ക് വന്ന് സച്ചിൻ തൻ്റെ ഡൈനിങ് ടേബിളിലേക്ക് ക്ഷീണം കൊണ്ട് വീഴുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അന്നെല്ലാം സച്ചിൻ്റെ മനസ്സിൽ എന്നെങ്കിലും ബാറ്റ് ഉയർത്തി ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് ആ പിച്ചിലൊന്ന് നിൽക്കണം എന്നൊരു സ്വപ്നമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച ടെക്നിക്കായിരുന്നു ഹാർഡ് വർക്ക് അഥവാ കഠിനാധ്വാനം. എനിക്ക് തോന്നുന്നു സച്ചിൻ തൻ്റെ ജീവിതത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്കായി പകർന്നു തരുന്ന ഏറ്റവും ഇൻസ്ട്രുമെൻ്റൽ ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയായിരിക്കും ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. ബിക്കോസ് ഹി ന്യൂ ഹാർഡ് വർക്ക് ഓൾവേസ് പെയ്ഡ് ഓഫ്. നമ്പർ 2, കൺസിസ്റ്റൻസി. 1989 തൻ്റെ കരിയർ ആരംഭിച്ച സമയത്ത് തന്നെ സച്ചിൻ പേസ് ബോളേഴ്സിനെ നേരിടാൻ തയ്യാറായിരുന്നുവെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ചെറുപ്പവും ചെറിയ ശരീരപ്രകൃതിയും വെച്ച് പരിഗണിച്ചപ്പോൾ പരിശീലകർ അദ്ദേഹത്തെ ബാറ്റ് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. സത്യത്തിൽ വെസ്റ്റ് ഇൻഡീസ് കളിക്കാരുടെ പേസ് ആക്രമണത്തിൽ നിന്ന് സച്ചിനെ അതിവിദഗ്ധമായി രക്ഷിക്കുകയായിരുന്നു അവരെന്നാണ് അവർ അന്ന് വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇതെല്ലാം മനസ്സിൽ തന്നെ സൂക്ഷിച്ച സച്ചിൻ അടുത്തൊരു അവസരത്തിനായി കാത്തിരുന്നു. ഇതിനുശേഷം തൻ്റെ മികവ് കൊണ്ട് തുടർന്നു വന്ന പാകിസ്ഥാൻ ടൂറിൽ സച്ചിന് കളിക്കാൻ അവസരം ലഭിക്കുകയാണ്. വസീമും ഇമ്രാനും എല്ലാം തിളങ്ങി നിന്ന കാലഘട്ടമായിരുന്നു ഇതെന്നുകൂടി ഓർക്കണം. അന്ന് 6ാം നമ്പർ കളിക്കാരനായി സച്ചിൻ കളത്തിലിറങ്ങി. വെക്കാറിൽ നിന്നുള്ള 1ാമത്തെ ബോൾ ശരവേഗത്തിൽ സച്ചിൻ്റെ മുന്നിൽ കൂടി പാഞ്ഞു. 2ാമത്തെ ബോളാകട്ടെ നിലത്ത് കുത്തിപ്പൊന്തി നേരെ വന്ന് തട്ടിയത് സച്ചിൻ്റെ മൂക്കിലായിരുന്നു. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ സച്ചിൻ്റെ ദേഹത്തു നിന്നും ആദ്യമായി ചോര പൊടിഞ്ഞത് അന്നായിരുന്നു. സച്ചിൻ ഉടനടി പിച്ചിലേക്ക് വീഴുകയാണ്. നോൺ സ്ട്രൈക്കിൽ നിന്ന ബാറ്റ്സ്മാനും ബോളറും എല്ലാവരും സച്ചിൻ്റെ ചുറ്റും കൂടി ആൾക്കൂട്ടം ഇങ്ങനെ നിൽക്കുകയാണ്. 20 തികയാത്ത ഒരു പയ്യനാണ് ഇത്രയും വലിയൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് എന്നുകൂടി ചിന്തിക്കണം. എല്ലാവരും വിചാരിച്ചു സച്ചിൻ അവിടെ നിന്ന് കയറി പോകുമെന്ന്. എന്നാൽ സ്ലൈറ്റായിട്ട് മൂക്കൊന്ന് ഡ്രസ് ചെയ്ത് സച്ചിൻ പറഞ്ഞു, ഞാൻ കളിക്കുകയാണ്. സത്യത്തിൽ സച്ചിൻ്റെ സ്ഥിരത അഥവാ കൺസിസ്റ്റൻസി ആയിരുന്നു ആ ഒരു മൊമെൻറ്റിൽ യഥാർത്ഥത്തിൽ അന്ന് ലോകം കണ്ടുകൊണ്ടിരുന്നത്. വീണു പോയേക്കാം എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ, എന്നെക്കൊണ്ട് ഇതാവില്ല എന്ന് ചിന്ത വരുന്ന സമയങ്ങളിലെല്ലാം സ്വയം നാം സച്ചിൻ പറഞ്ഞതുപോലെ എനിക്ക് കളിക്കണം എന്ന് പറയാൻ ശ്രമിക്കണം. സക്സസ് ഈസ് വെയിറ്റിംഗ് ഫോർ us. നമ്പർ 3, റെസ്പെക്ട് ആൻഡ് സിംപ്ലിസിറ്റി. സച്ചിൻ്റെ കരിയറിലെ 1ാമത്തെ ഓസ്ട്രേലിയൻ ടൂർ വളരെ ദുഃഖത്തോടും എന്നാൽ അല്പം സന്തോഷത്തോടെയും ആയിരിക്കും എല്ലാവരും ഓർക്കുന്നത്. കാരണം ആദ്യ മത്സരങ്ങളിൽ സച്ചിൻ നിരന്തരമായി തൻ്റെ ഒരു പിഴവ് കൊണ്ട് വിക്കറ്റുകൾക്ക് ഇരയാവുമായിരുന്നു. ഇവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ സച്ചിൻ സുനിൽ ഗവാസ്കറിൻ്റെ അടുത്തേക്ക് ബഹുമാനപൂർവ്വം ചെല്ലുകയാണ്. സച്ചിൻ തന്നെ ഇത്രമേൽ ബഹുമാനത്തോടെ അപ്രോച്ച് ചെയ്യുന്നത് കണ്ട് സുനിൽ ഗവാസ്കർ അന്ന് സച്ചിനെ സഹായിക്കാൻ തീരുമാനിക്കുന്നു. ഗവാസ്കർ പിന്നെയും സച്ചിൻ്റെ ബാറ്റിംഗ് സ്റ്റൈൽ നന്നായി ഒബ്സർവ് ചെയ്ത് സച്ചിനോട് പറഞ്ഞു, ഇന്ത്യയിലെ പിച്ചുകളിൽ ചെയ്യുന്നത് പോലെ അഡ്വാൻസായി ബോളിനെ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ബോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. തുടർന്നുള്ള കളിയിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സച്ചിൻ 68 റൺസ് ബാക്ക് ഫുട്ടിൽ മാത്രം സ്കോർ ചെയ്തു. ഗവാസ്കർ നടത്തിയ ഒബ്സർവേഷൻ വളരെ ശരിയായിരുന്നു എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. പിന്നെ അങ്ങോട്ട് പിടിച്ചാൽ കിട്ടാത്ത കളിയായിരുന്നു. കാരണം തുടർന്ന് മാഞ്ചസ്റ്ററിൽ നിന്ന കളിയിലാണ് സച്ചിൻ തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സെഞ്ചുറി നേടുന്നത്. സത്യത്തിൽ ആ സെഞ്ചുറിക്ക് പിന്നിൽ ഗവാസ്കറിനോട് സച്ചിൻ പുലർത്തിയ സിംപ്ലിസിറ്റിയുടെയും ബഹുമാനത്തിൻ്റെയും അപ്രോച്ച് കാരണമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ മാത്രമുള്ളതല്ല വിജയം എന്ന് പഠിപ്പിച്ചിരുന്ന വലിയൊരു പാഠമായിരുന്നു അത്. നമുക്ക് ആവശ്യം വരുന്ന സമയങ്ങളിൽ, ആവശ്യം വരുന്ന അവസരങ്ങളിൽ മറ്റുള്ളവരോട് സഹായം നാം
തേടണം. നമ്മുടെ വിജയങ്ങളിൽ അവരെയും പങ്കാളികളാക്കണം. അപ്പോഴാണ് സത്യത്തിൽ സക്സസ് ആഘോഷിക്കപ്പെടുന്നത്. നമ്പർ 4, ബി ഇൻസ്പയറിംഗ് ടു അതേഴ്സ്. 2003 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ നടക്കുകയാണ്. ഏതൊരു ഇന്ത്യക്കാരനും വളരെ ദുഃഖത്തോടെ മാത്രമേ ഈ കളി ഓർത്തിരിക്കാൻ സാധിക്കൂ. കാരണം ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ റിക്കി പോണ്ടിങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ഓസ്ട്രേലിയൻ പട ഇന്ത്യൻ ബോളേഴ്സിനെ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. 50 ഓവറിൽ 350 റൺസും 2 വിക്കറ്റുമായി അന്ന് ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞ് ഓസ്ട്രേലിയയും ഇന്ത്യയും ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇന്ത്യൻ ടീമിനെ ആകെ പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നത് നമ്മൾ നന്നായി കളിച്ചു, നമുക്ക് തിരിച്ചു മടങ്ങാം എന്നൊരു വാചകം മാത്രമായിരുന്നു. ആ അവസരത്തിലേക്ക് സച്ചിൻ കയറി വരികയാണ്. സച്ചിൻ ഓരോരുത്തരോടുമായിട്ട് ചോദിച്ചു, ഒരു ഓവറിൽ നമുക്ക് ഒരു ബൗണ്ടറി സ്കോർ ചെയ്യാൻ പറ്റില്ലേ? ഗാംഗുലിയും ദ്രാവിഡും സച്ചിനും സേവാങ്ങും അടങ്ങുന്ന ബാറ്റിംഗ് നിര അന്ന് സച്ചിൻ്റെ വാക്കുകളാൽ ഭയങ്കരമായി ഇൻസ്പയർഡായി. സച്ചിൻ ഇങ്ങനെ കൂടി പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ വെറും 50 ബോളിൽ നമുക്ക് 200 റൺസ് നേടാൻ സാധിക്കും, ബാക്കി നമുക്ക് എത്ര വേണം? പെട്ടെന്ന് കണക്ക് കൂട്ടി അവർ തന്നെ പറഞ്ഞു 250 ബോളുകളിൽ നിന്നും 160 റൺസ്. നമ്മളെ കൊണ്ട് സാധിക്കും എന്നൊരു വിശ്വാസത്തിലേക്ക് തൻ്റെ വാക്കുകൾ കൊണ്ട്, തൻ്റെ ആത്മവിശ്വാസം കൊണ്ട് സ്വന്തം ടീമിനെ ഉയർത്തിയെടുക്കാൻ സച്ചിൻ അന്ന് സാധിച്ചു. എല്ലാവരും ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് കളി നമ്മൾ തോറ്റുവെങ്കിലും അന്ന് ഇന്ത്യൻ ടീമിനെ ആ ലെവലിലേക്കെങ്കിലും ആത്മവിശ്വാസത്താൽ ഉയർത്തിയെടുത്തതിൻ്റെ പ്രധാന പങ്കും സച്ചിൻ അവകാശപ്പെട്ടതാണ്. സോ ഓൾവേസ് ബി ആൻ ഇൻസ്പിറേഷൻ ടു അതേഴ്സ്, ഇറ്റ് വിൽ ക്രിയേറ്റ് മിറക്കിൾസ്. നമ്പർ 5, പവർ ഈസ് അച്ചീവബിൾ. പണ്ടൊരു പാകിസ്ഥാൻകാരൻ്റെ ബോൾ കൊണ്ട് മൂക്കിൽ നിന്നും ചോര പൊടിഞ്ഞ 18 വയസ്സുകാരൻ തൻ്റെ കരിയറിൻ്റെ അവസാനത്തിൽ അന്നേ വരെയുള്ള നേട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നേടിയെടുത്ത റെക്കോർഡുകളും റൺസുകളും എഴുതി തീർക്കാൻ അന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിലെ വലിയ സ്ക്രീൻ മതിയായിരുന്നില്ല. 100 സെഞ്ചുറികൾ. ഏകദിന ക്രിക്കറ്റിൽ ലോകത്തിൽ ആദ്യമായി ഒരാൾ നേടിയെടുക്കുന്ന ഇരട്ട സെഞ്ചുറി അടക്കം മറ്റനേകം റെക്കോർഡുകൾ. 10921 ടെസ്റ്റ് റൺസ്, 18426 ODI റൺസ്. സ്വന്തം പാഷനോട് അതിരില്ലാത്ത സ്നേഹം പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ, എന്തൊക്കെ തടസ്സമുണ്ടായാലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് തന്നെ പോകും എന്നൊരു ദൃഢനിശ്ചയം മനസ്സിലുണ്ടെങ്കിൽ ഫോക്കസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, പവർ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, സക്സസ് നിങ്ങളെ തേടി വരും. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഇൻസ്പയർഡ്, ഇൻസ്പയറിംഗ് ഫ്രീക്ക്.